ഇറാനിയൻ സുപ്രീം ലീഡർ മുജ്തബ ഖംനയുടെ പ്രസ്താവന വന്നിരിക്കുന്നു. എഴുതി തയ്യാറാക്കിയ പ്രസ്താവന ഇറാനിയൻ നാഷണൽ ടെലിവിഷനിൽ അവതാരക വായിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട മെസ്സേജാണ് മുജ്തബ ഖംനൈ നൽകിയിരിക്കുന്നത്. വളരെ കൃത്യമായ 7 കാര്യങ്ങളാണ് ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത്. ആദ്യമായി മരണപ്പെട്ട രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത തൻ്റെ പിതാവ് ഉൾപ്പെടെ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ പലരും മരണപ്പെട്ടു. അവർക്ക് വേണ്ടിയുള്ള അനുശോചനമാണ് ആദ്യം അറിയിക്കുന്നത്. തൻ്റെ പിതാവിൻ്റെ മാത്രമല്ല രാജ്യത്തിന് വേണ്ടി ത്യാഗമർപ്പിച്ച മുഴുവൻ ഇറാനികളുടെയും രക്തത്തിന് പ്രതികാരം ചോദിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, രാജ്യത്തിൻ്റെ ഐക്യത്തെപ്പറ്റി, അഖണ്ഡതയെപ്പറ്റി, രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ഈ യുദ്ധം ഓൺഗോയിങ് ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ ഒരു സീസ് ഫയറിൻ്റെ സാധ്യത അല്ലെങ്കിൽ ഒരു പിന്നോട്ട് പോക്കിൻ്റെ സാധ്യത അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലില്ല. മാത്രമല്ല, തങ്ങളുടെ റിവെഞ്ചിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ പോരാട്ടം തുടരും, പ്രതികാര നടപടി തുടരും. സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ ശത്രുവിനെ ആക്രമിക്കാൻ ഹുർമുസ് ആയുധമായി ഉപയോഗിക്കും, അത് അടച്ചിടും എന്ന സന്ദേശമാണ് മുജ്തബ ഖംനൈ നൽകുന്നത്. രാജ്യത്തിൻ്റെ ഐക്യം തകർക്കാൻ, രാജ്യത്തിൻ്റെ അഖണ്ഡത തകർക്കാൻ, രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശത്രുക്കൾക്ക് സാധിച്ചിട്ടില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച, ലാസ്റ്റ് ഫ്രൈഡേ ആണ് ഖുദ്സ് ഡേ. ആ ഖുദ്സിൻ്റെ ദിനം ആചരിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ആക്ടിവിറ്റികളിലും സജീവമായി പങ്കെടുക്കണമെന്ന് ഇറാൻ ജനതയോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. തങ്ങളുടെ അയൽ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു, ബേസ്മെൻറ്റുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ആക്രമണത്തിന് ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച ശത്രുവിൻ്റെ സൈനിക താവളങ്ങൾ അയൽ രാജ്യങ്ങൾ ക്ലോസ് ചെയ്യണം, ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് ആ ബേസ്മെൻറ്റുകൾ ക്ലോസ് ചെയ്യണമെന്ന അഭ്യർത്ഥനയാണ് മുജ്തബ ഖംനൈ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളുമായുള്ള സംഘർഷത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അയവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ശത്രുവിൻ്റെ സൈനിക താവളങ്ങൾ ക്ലോസ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥന കൂടി അദ്ദേഹം, ഒരു ഡിമാൻഡ് കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ പ്രസ്താവനയുടെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കുമ്പോൾ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സന്ദേശമാണ് മുജ്തബ ഖംനൈ തൻ്റെ പ്രസ്താവനയിലൂടെ നൽകുന്നത്. ഏതായാലും അദ്ദേഹം ശബ്ദ സന്ദേശത്തിനും വീഡിയോ സന്ദേശത്തിനും പകരം ഒരു പ്രസ്താവനയാണ് ഇറക്കിയിരിക്കുന്നത്. ആ പ്രസ്താവനയിൽ നയനിലപാടുകൾ വ്യക്തമാണ്.